വലിച്ചു നീട്ടി പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ രജീഷിൻ്റെ ഫിഷ് ഫാമാണ്. ഇതിലേക്കൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അവൻ നാട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും അവനുള്ളപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്ത് കയറി കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് മുഴുവനും ഇത് കാണാം നിങ്ങൾ. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒപ്പം അവൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. ഇത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച് വെച്ചിട്ടുള്ള ഫിഷുകളാണ് കൂടുതലല്ല മുഴുവൻ ഏകദേശം തന്നെ. പിന്നെ കുറച്ച് അങ്ങനെ അവൻ്റെ കുളത്തിൽ കുറച്ച് കാണും. അപ്പോൾ ഈ ടാങ്കുകൾ ഇങ്ങനെ പണിതിട്ട് കണ്ടപ്പോൾ എനിക്ക് അതിശയായി. ഇതെന്താണ് ഇത്രയധികം ടാങ്കുകൾ കണ്ട് ഇതിനുള്ളിൽ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പിടുത്തിലാണ് നിൽക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കേൾക്ക് നിങ്ങൾ. ഓക്കെ, കൊടുത്തു പോയൊക്കെ അല്ല. അപ്പോൾ അത് എങ്ങനെ, ഇത് മെയിൽ ഫീമെയിൽ തന്നെയാണോ? നമ്മൾ മാറ്റാനുള്ള പരിപാടിയിൽ പെയറായി തിരിയും. പെയറുണ്ട്, പിടിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെയർ തിരിഞ്ഞാൽ ഒരു ഭാഗത്ത് വന്നിരുന്നു പിടിച്ചുമ്പോൾ അപ്പുറത്തേക്കും എല്ലാം പെയറായി കിടക്കാം. എഞ്ചിനില് പെയറായി കിടക്കാം. ബ്ലൂവും ബ്ലാക്കും. അത് ചോക്ലേറ്റ് ബ്ലാക്ക്, ചോക്കോ ബ്ലാക്ക്, പിന്നെ ബ്ലൂ സീബ്ര ബ്ലൂ ഒക്കെ എന്ന് പറയും. പെയറായി കിടക്കണല്ലോ, മാറ്റി കിടന്നല്ല. ഇത് റെഡ് ഷോൾഡർ സെവർ എന്ന് പറയും. ഇത് വളരെ റയറാണ്. ഇതിന്റെ മാക്സിമം സൈസ് ഇത് വേൾ ടൈലും രണ്ട് ടൈപ്പിൽ. ഇത് വേൾ ടൈലും നോർമൽ ടൈലും. ഇതിൻ്റെ നല്ലോണം ഉണ്ട്, നല്ല നീളമുണ്ട്. എന്ത് ടൈപ്പ്? ഇത് സീബ്ര. പല കളർ ഉണ്ടാവും. അതിന്റെ സൈഡിൽ എന്ത് വന്നിട്ടുണ്ടല്ലേ, ഒരു ലൈൻ പോലെ. ഉണ്ട് ഉണ്ട്. കുറെ ഇതിട്ടാലേ അതിന്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ബാർലിൻ സൂഡ് എന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടാ. ശരി, കളർ നോക്കിയല്ലേ. അത് ഞാൻ പല കളർ കണ്ടപ്പോ പെട്ടെന്ന് വേറെ എന്തെല്ലാം വിചാരിച്ചേ. ഇതിന്റെ വലിപ്പത്ര ഉണ്ടാവുള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാൻ. പല കളറായല്ലേ. ഗപ്പിയല്ലേ. നിന്റെ നായന കുറക്കിന്. ഇത് റെഡ് ഫുൾ റെഡ് ഫീമെയിൽ, ഒറ്റ കളർ. ഇത് ഫീമെയിൽ കുഞ്ഞുങ്ങൾ ഇവരെ തിന്നു. ഇത് ഇതിട്ട് പുറത്തുണ്ട്, ഇതിനുള്ളിൽ അറിയണം കുഞ്ഞുങ്ങളാകണ്ട. അവർ പിടിച്ചപ്പോൾ വേറെ ഇവര് തന്നെ കഴിക്കല്ലേ. നാട്ടില് സ്ഥിരം നിൽക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നല്ല ഭംഗിട്ട് കാണാം. ഞാൻ ഇതിന്റെ റേറ്റ് ഒന്നും ചോദിച്ചില്ല ഇതുവരെ ഈ ഗപ്പികൾക്ക്. അല്ല മറ്റേനൊക്കെ വില കൂടുതലല്ലേ നമ്മൾ നേരത്തെ കണ്ട. നല്ല കളർ വെക്കും. ചെറുത് ഇതിനിപ്പോ എങ്ങനെ റേറ്റ് ഒക്കെ? ഒരെണ്ണത്തിനിപ്പോ 120 രൂപ, 4 ഇഞ്ച് വെക്കും. അത് ശരി, അങ്ങനെ സൈസ് കണക്കിനനുസരിച്ചല്ലേ. സൈസ് അനുസരിച്ച് ഇപ്പൊ നീ ഇതിനെ ഏഞ്ചൽ മുട്ട നീ കാണുന്നത് പറ്റി പിടിച്ചിരിക്കുന്നല്ലേ. ഇതിൽ മുട്ട ഇടും ഇഷ്ടമായാലും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ മാറ്റുന്ന എങ്ങനെ അത് മാറ്റിപ്പോ അതില് കുറേതിൽ മുട്ട ഇടും. നമ്മളിത് മാറ്റിയിട്ട് മെത്തലിൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അത് ഒഴിക്കും. അത് ഒഴിച്ച് ഇങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ സാധനം ബ്രീഡാം. എല്ലാം കുഞ്ഞുങ്ങൾ വിരിയും.
ആ ഇത് റൂബിനോസ് ഫ്ലാറ്റ് ഫ്ലാറ്റ് നല്ല ഭയങ്കര ഫ്ലാറ്റ് അത് ശരി. റൂബിനോസ് ഹൈപ്പിന്നായിരിക്കും. ശ്രദ്ധ കൊടുക്കാൻ നല്ല ഗപ്പിന. അത് ഇത് വേറെ ടൈപ്പ് ഗപ്പിയാണ്. സെപ്പറേറ്റ് ആക്കി ഇട്ടിക്കണപ്പോ വേറെ മാത്രമുള്ള റെഡ് കളർ. ഓ അത് ശരി. ഇതൊക്കെ ഇപ്പൊ മുട്ടയുടെ പ്രായമായി നിൽക്കുന്നുണ്ടല്ലേ? ഇത് നമ്മളെ മറ്റേ സംഭവം ഉണ്ടല്ലോ കോപ്പറിന്റെ എന്നിട്ട് ശരി. ആ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലേ? പെട്ടെന്ന് കണ്ടപ്പോൾ അതേപോലെ തോന്നി. അതിപ്പോ ശരിക്കും ഒക്കെ ഫീമെയിൽ അല്ലേ കംപ്ലീറ്റ്? രണ്ടും ഒന്നിച്ചിട്ടുണ്ടാവും അല്ലേ? അയ്യോ വേണ്ട വേണ്ട. ഇനിയിപ്പോ മുട്ടൻ എങ്ങനെ എടുക്കുക? അയ്യോ എന്തായാലും നോക്കിയത് നന്നായി. ടൈലിന്റെ പീസ് ഓ നോക്കട്ടാ. അവര് തട വെക്കുന്ന ആ ടൈലോട്ട്. ആ കണ്ടില്ല. ശരി നോട്ട സാധനം ഇതില് കുളമുണ്ടല്ലോ അല്ലേ? നോക്കിയത് ഇത് കുറച്ചുകൂടി തിന്നു ഇതില് ഇതിൽ കറക്കി കൊടുക്കും. ഇത് വേറെ ഇത് പേരമ്മ മുട്ടിട്ടിട്ടുണ്ട്. ഇത് തന്നെ ഈ ഇനം തന്നെ. ആ ഇത് കണ്ടപ്പോണ്ടല്ലേ? ഇതിപ്പോ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സംഭവം. ഇതിന്റെ ഉള്ളിൽ മുട്ടിടും. നേരത്തെ മാതിരി അവന് ഇതിലെല്ലാത്തിലും ആണും പെണ്ണും എടുക്കാം. പൈപ്പിട്ടില്ലേ? മുട്ടിട്ടിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങും. ഇതിപ്പോ ഒരാണും പെണ്ണും ഇറങ്ങി. അല്ല അപ്പൊ ഇതിപ്പോ മുട്ടയിടുമ്പോ ഇതിൽ പീസ് വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നില്ല. എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പൊ ഇത് കാണില്ല. അതൊക്കെ അതിൽ പെട്ടല്ല ടൈല്. ഇത് മുട്ടിട്ടു ഇഷ്ടം പോലെ മുട്ട. ഇതിലായിക്കോളൂ. വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കൂടെ വെള്ളം പോകും. അടിയിരിക്കാണ്ട് പോകും. വെള്ളം ക്ലീനിങ് ആണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ കുഴപ്പമില്ല. എന്നാലും ഇന്നും വെച്ചാണ്. ഇനിയിപ്പോ എത്ര സമയം എടുക്കും? ഒരു 3-4 ദിവസം കൊണ്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിമിയാന്ന് പറഞ്ഞൊരു ഇത് വേണ്ട. അതിങ്ങനെ ഉപ്പും ഇതും ചേർത്ത് ഇങ്ങനെ 36 മണിക്കൂറാകുമ്പോൾ വിരിയും. അല്ല അപ്പൊ ഇത് എല്ലാത്തിലേക്ക് പോകുന്നുണ്ട് തീറ്റക്ക്? ഇല്ല, ഇത് നമ്മൾ വിരിയിച്ചിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രം. റെഡ് ടോപ്പ് ഉണ്ട്. പല വെറൈറ്റി. ഇത് ഏതിനാന്ന് പറഞ്ഞേ? ഇത് റെഡ് ടോപ്പ്, ചെറിയ റെഡ് എന്ന് പറയും. പിന്നെ നമുക്കറിയാം ഇത് ഇങ്ങനെ കണ്ടു. സാധാരണ ഇത് ബ്ലൂ ഏഞ്ചലിന്റെ പേരാണ്. ഇത് ഇന്നലെ മുട്ടിട്ടുണ്ട്. ശരി. പിന്നെ ഇത് നോക്കിയാൽ പോളാർ ബ്ലൂ, പോളാർ വൈറ്റ്. മുട്ടിട്ട് വിരിഞ്ഞിട്ടൊക്കെ കുഞ്ഞുങ്ങൾ കണ്ട കുഞ്ഞുങ്ങളെ ചെറുത് കണ്ടു കണ്ടു. ഇതിന് ഇത് കാര്യം കണ്ടല്ലോ. ഇത് സെവർ എന്ന് പറയുന്നത്. സെവറ രണ്ട് ടൈപ്പ് സെവർ ഉണ്ട്. റെഡ് ഷോൾഡർ സെവർ, റെഡ് സ്പോട്ട് സെവർ.
ഫുഡ് അടിപൊളിയായിട്ടില്ല. ഓസ്കാർ എന്ന് പറയും. നമസ്കാരം. ഇത് ഫയറിൻ്റെ ഓസ്കാർ. ഓപ്പറുണ്ട് കുറച്ച്. ഇത് നമ്മളോട് ഉണ്ടായത് നിൽക്കാം. ഞാൻ വീട് വെച്ചിട്ട് ഇതിപ്പോ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാ? അല്ലല്ല, ഇത് നമ്മളോട് ഉണ്ടായിരുന്നത്. ഇതിന് അവരെ ഫയർ പിടിച്ചിട്ട് എഗ് ലോഡാവും. വയറ് കൊടുത്തില്ല. അപ്പോൾ ആണിൻ പണി മാറ്റിയത്. നല്ല ഭംഗിൻ്റെ ആണല്ലേ അത് കുറേത്തിട്ട് നല്ല രസമാണ്. വെള്ളം കുറച്ചിട്ട് അവർ പിടിച്ച് മാറ്റണം. ഇവരെ ഞാൻ ബ്രീഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് ബ്രീഡ് കഴിക്കും. ഇവരെ ഇൻഡ്യൂസ് ബ്രീഡിങ് ചെയ്യും. ഇതെന്ത് സാധനം? ഇത് കോയിക്കാർ. കോയിക്കാർ ജപ്പാനീസ് കോയിക്കാർപ്പാണ്. ഡിസൈൻ നല്ല ഭംഗിയല്ലേ? ഇത് പല പല ഡിസൈനുണ്ട്, പല പേരുകളാണ്. ഫുള്ള് അക്വാറിയത്തിലേക്കുള്ളത് തന്നെ. ഞാനിത് കണ്ടു, പക്ഷെ ഇത് എന്താണെന്ന് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇത് കാട് പിടിച്ച് കിടക്കണ കണ്ടല്ലേ? ഇത് കട്ട് ചെയ്ത് ഇത് തൈകളാണ്, അതിൻ്റെ ഒക്കെ തൈകളാണ്. ആ നിൽക്കണൊക്കെ തൈകൾ കുറച്ച് നമ്മളിപ്പോ മറ്റേ ആമസോൺ സോഡ് എന്ന് പറയും. ഇതിന്നാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്? അല്ല ഇല്ല തൈകൾ ഉണ്ടായി വരും. അവിടെ ഉണ്ട്. വലുതല്ലേ? കണ്ടു. ഈ സാധനം ഇപ്പൊ വരവാണ്. ഇത് നമ്മുടെ നാട്ടിലല്ല അല്ലേ? അതൊന്നും ശരി. അക്വാറിയത്തിന്റെ ഒരു പരിപൂർണത വരണമെങ്കിൽ ഇതും കൂടി വേണമല്ലേ? നമ്മൾ കാണാറുണ്ട്, പക്ഷെ സംഭവം ഇതെന്താണെന്നുള്ളതിന്റെ പിടുത്തം കിട്ടിയതില്ല. വീഡിയോ എല്ലാവരും കണ്ടല്ല. ഫീഡിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും അക്വാറിയത്തിൽ വരുന്ന സംഭവങ്ങൾ വരെ വിശദമായിട്ട് രജീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മീൻ വാങ്ങാനോ മീനെ കുറിച്ചുള്ള സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രജീഷായിട്ട് ബന്ധപ്പെടാം. ഇതിന് 8 ലക്ഷം രൂപ ചിലവുണ്ട് കേട്ടോ ഈ ഫാമിന്. നമ്മുടെ ചന്ദ്രാപ്പിന്നിൽ ഇങ്ങനെ ഒരു ഫാമും സംഭവം വന്നതിൽ തന്നെ സന്തോഷം. ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ വന്ന് കാണാനും ഇത് വാങ്ങാനും ഒക്കെ സൗകര്യമായല്ലോ. ഓക്കെ, ബൈ ബൈ.